അതുപോലെ തന്നെ എൻ്റെ തൊട്ട് സൈഡ് ഗംഗാ നദി ഒഴുകുന്നുണ്ട്. ചായക്കപ്പ് കണ്ടില്ലേ, കളിമണ്ണ് ഉണ്ടാക്കിയ ചായക്കപ്പാണ്. ഇവിടുത്തെ ബസ്സുകളൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക ഷേപ്പാട്ടോ ഇവിടുത്തെ ബസ്സിനൊക്കെ. ഇവിടെ നമുക്കൊരു റെയിൽവേ പാളം കാണാൻ കഴിയും. ഇത് ട്രാമ്പ് ഓടിക്കൊണ്ടിരുന്ന പാളമാണ് കേട്ടോ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊൽക്കത്തയിലെ ഷാലിമാർ പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. അതായത് എൻ്റെ ഒരു 100 മീറ്റർ അകലെ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ കൊൽക്കത്തയിലെ അതിമനോഹരമുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോട്ടെന്ന് ജാർഖണ്ഡിൽ നിന്നും യാത്ര തിരിച്ചിട്ട് ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലുള്ളത്. ഇന്നലെ കരക്പൂരിലോട്ട് നമ്മൾ യാത്ര തിരിച്ചു. കരക്പൂരിൽ നിന്നും എന്താ പറയുക, ട്രെയിൻ എടുത്ത് നമ്മൾ കൊൽക്കത്തയിലോട്ട് വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നും പറയുന്ന പോലെ എന്നോടൊപ്പം നിങ്ങളും യാത്ര ചെയ്യാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ് വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് ഷാലിമാർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ട്രെയിനൊക്കെ എൻഡിങ് പോയിൻ്റാണ്. ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു ഏരിയയാണ്. തൊട്ടപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ അലാക്കിന് വലുപ്പമുള്ളൊരു ടാങ്ക് കാണാൻ കഴിയും. അതായത് അതിന് മേലത്തെ ഇഷ്ടംപോലെ വലിയ വലിയ 2000 ലിറ്റേഴ്സിൻ്റെ 5000 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് ഉണ്ട്. ഭയങ്കര പഴക്കമുണ്ട് കേട്ടോ ഇതിന്. അത്യാവശ്യം എല്ലാം തുരുമ്പുടി കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന വഴിയുണ്ടല്ലേ. പിന്നെ ആ ഭാഗത്തേക്ക് കുറേ കണ്ടെയ്നേഴ്സും കാര്യങ്ങളും കാണാൻ കഴിയും. ഭയങ്കര ശോകമുണ്ട് അവിടുത്തെ അവസ്ഥ. വൃത്തിയില്ലായ്മ, അതുപോലെ തന്നെ പൊല്യൂഷൻ എല്ലാം കൂടി മിക്സായിട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ തൊട്ട് സൈഡ് ഗംഗാ നദി ഒഴുകുന്നുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. ഞാനൊരു വലിയൊരു ബ്രിഡ്ജിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറേയധികം ഈ വെച്ചിട്ട് താമസിക്കുന്ന കുറേയധികം മനുഷ്യരെ കാണാൻ കഴിയും. ഭയങ്കര ഇതൊരു ശോകം പിടിച്ച സ്ഥലം കേട്ടോ. അതായത് അത്രയും വേസ്റ്റൊക്കെ ഇട്ടിട്ട് അത്രയും സ്മെല്ലടിക്കുന്നുണ്ട്. അവിടെയുണ്ട് ഇവർ ജീവിക്കുന്നത്. ഒരു ചേരി പോലെയൊക്കെ ഉള്ളൊരു സ്ഥലം. കുറേയധികം ലോറികളൊക്കെ സൈഡിൽ നിർത്തിയിട്ടാണ്. അങ്ങനെ തൊട്ടപ്പുറത്ത് കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു യാർഡ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സംഭവം കേട്ടോ. നമ്മൾ അപ്പോഴൊക്കെ ഉണ്ടാ ഒരു ചേരി പോലെ പറഞ്ഞില്ലേ, അതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. അത് ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. തൊട്ട് ഇങ്ങേ സൈഡായിട്ട് നമ്മളൊരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ബസ്സുകളൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക ഷേപ്പാട്ടോ ഇവിടുത്തെ ബസ്സിനൊക്കെ. അതായത് പഴയ ടാറ്റൻ്റെ എന്താ പറയുക ബസ്സാട്ടോ, ഒരു പെട്ടി ഷേപ്പിൽ വരുന്നേ കണ്ടില്ലേ. ഒരുമാതിരി പെട്ടി ഷേപ്പുള്ള ബസ് കേട്ടോ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഗംഗാ നദീൻ്റെ അടുത്താണ്. ഞാനിവിടെ ഗംഗാ നദീൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കുറച്ച് ശോകമാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ട് കുറേ അധികം ചെറുതും വലുതുമായ കപ്പലുകൾ നിൽക്കണ കാണാൻ കഴിയും. അതിൽ 1-2 ജങ്കാർ പോലത്തെ സംഭവങ്ങളാട്ടോ. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് വലിയ കപ്പലൊക്കെ നിൽക്കണ കാണാൻ കഴിയും. പിന്നെ ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ പേരാണ് ഹോഗ്ലി ബീച്ച് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അത്യാവശ്യം നല്ല വലുപ്പവും നീളവും വീതിയൊക്കെ ഉള്ള ഒരു ബ്രിഡ്ജാണ്. ഹോഗ്ലി എന്നാട്ടോ ഇതിൻ്റെ പേര്. പിന്നെ നമ്മളിപ്പോൾ ഗംഗാ നദിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. എൻ്റെ തൊട്ടുപിന്നെ ഗംഗാ നദിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് ഗംഗാ നദിൻ്റെ അവസ്ഥ. അതായത് അത്രത്തോളം അഴുക്ക് വെള്ളങ്ങളും പല ഭാഗത്തുനിന്നും ഒഴുകിയിരുതാ ഈ പുണ്യമായ നദിയിലാട്ടോ വന്ന് ചേരുന്നത്. അപ്പോൾ ആ കാണുന്നത് കൊൽക്കത്ത സിറ്റിയിലെ ഒരു ഭാഗമൊക്കെയാണ്. അവിടെ കുറേ അധികം വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഹൗറ ബ്രിഡ്ജിലോട്ട് പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയായിട്ടത്. ഹൗറ ബ്രിഡ്ജ് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അതിങ്ങനെ നടന്ന് പോകാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോണ വഴിക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് അമ്പരിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഹൗറ ബ്രിഡ്ജ് പോകുന്ന വഴിയിൽ കണ്ട കുറച്ച് കാഴ്ചകളാട്ടോ. അതായത് ഭയങ്കര അഴുക്ക് വെള്ളമാണ്. എന്നിരുന്നാൽ കൂടി ഇവിടെ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുണിയൊക്കെ അലക്കി ഇവിടെ ഉണക്കാടുന്ന് കാണാൻ കഴിയുന്നുണ്ടോ. അത് ജങ്കാർ പോലത്തെ എന്തോ ഒരു ഷിപ്പാണ്, ജങ്കാറല്ല അതുപോലത്തെ. പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് ക്രൂയിസ് പോലത്തെ ഒരു ഷിപ്പ്, ചെറിയൊരു ഷിപ്പ് കാണാൻ കഴിയും. ഷിപ്പല്ല, ഒരു ബോട്ട്, കുറച്ച് വലിപ്പമുള്ള ഒരു ബോട്ട് എന്ന് വേണം പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഇനി കുറച്ചുകൂടി നടക്കാണ്ട് ഹൗറ ബ്രിഡ്ജിലോട്ട്. ഇവിടുത്തെ അവസ്ഥകൾ കണ്ടില്ലേ, ഇവിടുത്തെ ബിൽഡിങ് കാര്യങ്ങൾ പഴയ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുക. ഈ ഗംഗാ നദിക്കടുത്തായി ഇഷ്ടംപോലെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ടോ. കുറേ അധികം ആളുകൾ വന്ന് ഇരിക്കുന്നുണ്ട്. കുറച്ച് വിശ്രമിക്കുന്നൊക്കെ സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് കണ്ടില്ലേ, നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് പോലെ ഇതിന് ചുറ്റിനും ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും നല്ല തണലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ചീട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ, നല്ല തണലുള്ളൊരു സ്ഥലം. നമ്മളപ്പോഴേ കണ്ട ബോട്ട് കുറച്ച് അടുത്തുനിന്ന് കാണാൻ കഴിയും. ഇതാണ് ആ ബോട്ടിൻ്റെ അവസ്ഥ. അപ്പോൾ
നമ്മളിപ്പോൾ ഗംഗാനദിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടല്ലേ, ഭയങ്കര കലങ്ങി മറിഞ്ഞ വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് കുറേ വേസ്റ്റ് വെള്ളമൊക്കെ ഒഴുകി വരുന്ന കാണാൻ കഴിയും. അവിടെ കുറേ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ പറഞ്ഞ ഹൂഗ്ലി പാലം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആളുകൾ വിശ്രമിക്കുന്നതൊക്കെ കാണാൻ കഴിയും. ഇവിടുത്തെ ഈ സ്ട്രീറ്റുകളിലേക്ക് അവസ്ഥ ഉണ്ടില്ലേ, ഇവിടെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. അതുകൊണ്ട് അത്രയും പൊട്ടിപ്പൊളിഞ്ഞ് കുറച്ച് ശോകാവസ്ഥയിൽ കിടക്കുന്ന ഏരിയകളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മുടിവെട്ടും താടിയടിക്കലും പരിപാടിയായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ കാണാൻ കഴിയും. അതായത് സ്ട്രീറ്റിലൊക്കെയാണ് അവർ മുടിവെട്ടാനൊക്കെ നിൽക്കുന്നത്. ഈ ഭാഗത്ത് വന്നപ്പോൾ കുറച്ച് വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട്. ബിൽഡിങ്ങൊക്കെ അതേ കണ്ടീഷനാണെങ്കിൽ പോലും കുറച്ച് വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, വേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കുറച്ച് ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ്, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് കുറേ നദിൻ്റെ അരികത്തൊക്കെയാണ് ഇവർ കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. അപ്പോൾ അത്രയും ശോകം പിടിച്ചൊരു സ്ഥലമാണ്. എന്നിരുന്നാൽ കൂടി നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റേതായ ഒരു ഭംഗി ഇവിടെ ഉണ്ട്. പക്ഷേ ആളുകൾ അതിനെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് സാരം. ഇപ്പോൾ ഗംഗാനദി നോക്കി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായക്കപ്പ് കണ്ടില്ലേ, കളിമണ്ണ് ഉണ്ടാക്കിയ ചായക്കപ്പാണ്. ചെറുതും ഉണ്ട്, ഇതിൻ്റെ വലുതും ഉണ്ട്. നമ്മളതിന് ചെറുതാണ് വാങ്ങിയത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചായക്കപ്പ്. നമ്മൾ നദീനെ നോക്കി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവിടെ നിന്നാണ് ചായ വാങ്ങിയത്. കുറേ ആളുകൾ ഇവിടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുടിച്ച് ചായക്ക് വെറും 8 രൂപയുള്ളൂ കേട്ടോ. പോരാത്തതിന് ആ ചായക്കപ്പ് 1 ടൈം യൂസാണ്. കഴിഞ്ഞാൽ അവിടെ കളയാം, അല്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് പോവാം. അപ്പോൾ 8 രൂപയ്ക്ക് നല്ല അടിപൊളി ചായ, അതുപോലെ തന്നെ നല്ല കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ കപ്പിലാണ് നമ്മൾ ചായ കുടിച്ചത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെയിൽ മ്യൂസിയം ഉണ്ട്. റെയിൽ മ്യൂസിയത്തിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പഴയകാല എഞ്ചിനൊക്കെ നിൽക്കണ കാണാൻ കഴിയും അതിൻ്റെ ഉള്ളിൽ, കണ്ടില്ലേ. അപ്പോൾ പറ്റണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോവാം, നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഹൗറ ബ്രിഡ്ജിലോട്ട് പോണ വഴിക്ക് കണ്ട കാഴ്ച കേട്ടോ. അപ്പോൾ കുറേ പഴയ കാലത്തെ എൻജിൻസും അതുപോലെ തന്നെ ബോഗികളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കണ കാണാൻ കഴിയും, കണ്ടോ. നമുക്കിവിടുന്ന് ഹൗറ ബ്രിഡ്ജിൻ്റെ കൂറ്റൻ തൂണുകൾ കാണാൻ കഴിയും. ഈ കാണുന്നത് ഹൗറ റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്. ആ കാണുന്നത് ഹൗറ ബ്രിഡ്ജും, രണ്ടും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് എന്താണ്, അയ്യോ ആ നിൽക്കുന്ന വന്ദേ ഭാരതില്ലേ, അയ്യോ വന്ദേ ഭാരതിൻ്റെ ശൈലിയിലൊരു റെസ്റ്റോറൻറ്റ് കാണാൻ കഴിയും നമുക്ക് ആ ഭാഗത്ത്. ഓക്കെ, കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹൗറ ബ്രിഡ്ജും അതുപോലെ തന്നെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഈ ഹൗറ റെയിൽവേ സ്റ്റേഷൻ്റെ ഡിസൈൻ തന്നെ കണ്ടില്ലേ, ഒരു പ്രത്യേക രസമാണ് കാണാൻ. അതായത് നമ്മളെ ഈ കോർട്ട് കണ്ടില്ലേ, കോടതികൾ, അതിൻ്റെയൊക്കെ ഒരു കളറാണ് ഇതിൻ്റെ പെയിൻറ്റ് നൽകിയിട്ടുള്ളത്. ആവശ്യത്തിന് തിരക്കുള്ള നമ്മുടെ ഈ ഹൗറ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിട്ട് കുറേയധികം എന്താ പറയുക, ഈ റൂംസും അതുപോലെ തന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. മുന്നിൽ തന്നെ വിശാലമായ കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇവിടെ ആവശ്യത്തിലധികം തിരക്കുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. എന്ത് വലുപ്പം അറിയാം സാധനം കാണാൻ. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഭയാനകമാണ് കേട്ടോ. അത്രയും വലിയ ഹൈറ്റാണ്. വലിയതിന് തൂണിൻ്റെ ഒക്കെ വലുപ്പം കണ്ടില്ലേ, ഒട്ടിക്കത്തെ വലുപ്പം കേട്ടോ. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്ട്രീറ്റിൻ്റെ ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്താണ്. നമുക്ക് ഇനി ആ പാലത്തിന് മേലെ കൂടെ പോകണം. നമ്മുടെ കുറേ ആളുകൾ നടന്നു പോകണതാണ് കഴിയും, കണ്ടില്ലേ. അപ്പോൾ അത്രയും വലിയ പാലമാണ്. ഇവിടെ ഗംഗാനദിയിൽ കൊണ്ടിരിക്കുന്ന കുറേയധികം ആളുകളെ കാണാൻ കഴിയും. ഇവിടെ കുറേ ആളുകൾ ഫോട്ടോസ് എടുത്തിട്ടും കുറച്ച് വിശ്രമിക്കത്തക്ക സ്ഥലമാണ് കേട്ടോ ഹൗറ ബ്രിഡ്ജ് നോക്കിയിട്ട്. ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ. കുറേയധികം ആളുകളുണ്ട് കേട്ടോ. നമുക്കിനി ഹൗറ ബ്രിഡ്ജിൻ്റെ മേലെ കയറാം, ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടുത്തെ ഈ കാറുകാരന്മാരനെയൊക്കെ ഭയങ്കര സൂക്ഷിക്കണം കേട്ടോ. അവന്മാർ കണ്ണും മൂക്കൊന്നും ഇല്ലാതെ നോക്കാതെ ശ്രദ്ധിക്കാതെയൊക്കെയാണ് നമ്മുടെ അടുത്ത് കൂടെ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കുറിച്ചൊക്കെ നടക്കേണ്ടി വരും ഇതിൽ കൂടെ വരുമ്പോൾ. നമ്മളിപ്പോൾ ഹൗറ ബ്രിഡ്ജിലോട്ട് കയറുന്ന പാലത്തിൻ്റെ എൻട്രൻസ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ആളുകൾ നമുക്ക് ആ പാലത്തിലൂടെ നടക്കുന്നത് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഹൗറ ബ്രിഡ്ജിൻ്റെ അടുത്താണുള്ളത്. എൻ്റെ തലൻ്റെ മേലെ കാണാൻ കഴിയും ഭയങ്കരമായ ഹൗറ ബ്രിഡ്ജിൻ്റെ ഊറ്റൻ എന്താ പറയുക തൂണുകളും കാര്യങ്ങളൊക്കെ നല്ല വലിപ്പമുണ്ട്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണാൻ കഴിയുന്ന പോലെയല്ല, ഒടുക്കത്തെ വലിപ്പം കേട്ടോ. ഇന്ത്യയിലെ തന്നെ പഴക്കം ചെന്ന ബ്രിഡ്ജുകളിലൊന്നാണ് ഈ ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 1874 ഒക്ടോബറിനാണ് ഇത് ഓപ്പൺ ചെയ്തത് കേട്ടോ.
അതുപോലെ തന്നെ ഇത് മാനേജ് ചെയ്യുന്നതും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ പോർട്ട് കമ്മീഷണേഴ്സാണ്. ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയ വലിയ ഇരുമ്പിൻ്റെ തൂണുകൾ കേട്ടോ. അത്രയും വലുതാണ്. നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയുമ്പോൾ കാണുമ്പോൾ ചെറുതുപോലെ തോന്നും, പക്ഷേ നമുക്ക് നേരിട്ട് വന്നാൽ തന്നെ ഇതിൻ്റെ ശരിക്കുള്ള വലിപ്പം മനസ്സിലാവുള്ളൂ. ബാഡ്ഫോർഡ് ലെസ്ലി എന്നൊരു വ്യക്തിയാണ് ഇത് ഡിസൈൻ ചെയ്തത്. 1528 ഫീറ്റ് നീളമാണ്, പോരാത്തതിന് 48 ഫീറ്റ് വീതിയും. പിന്നെ 7 ഫീറ്റ് കാൽനടക്കാരൊക്കെ ആയിട്ട് വേണ്ടിയിട്ടും പണിതിട്ടുണ്ട് കേട്ടോ. സൈഡിൽ നമ്മൾ അതിലൂടെയാണ് നടന്നു പോകുന്നത്. അത് 7 ഫീറ്റ് ആട്ടോ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. ഇതുണ്ടില്ലേ, നമ്മുടെ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ കുറേ അനവധി വണ്ടികൾ വരുന്നുണ്ട്. ഇവിടുത്തെ ബസ്സിൻ്റെ ഒരു ഭംഗിയുണ്ടോ, എന്തൊക്കെയോ എഴുതി കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ മേലെ, ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ പഴയ ബസ്സുകളൊക്കെയാണ്. ഇതാണ് ഹൗറ ബ്രിഡ്ജിൻ്റെ. അയ്യോ എൻ്റെ മോനെ, എന്ത് വലിപ്പം നോക്കാൻ പിടിച്ച്, ഒടുക്കത്തെ വലിപ്പം കേട്ടോ. ഇതിൻ്റെ തൂണുകളുടെയൊക്കെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എനിക്കറിയില്ല. ഒരു ഭീകരമായ പാലമാണ് കേട്ടോ. ഇതിൻ്റെ മുന്നിലൂടെ നടക്കുമ്പോൾ കുറേയധികം ഈ ചെറിയ കച്ചവടക്കാരെ കാണാൻ കഴിയും കേട്ടോ. നല്ല വലുപ്പവും നീളവും വീതിയുള്ള അടിപൊളി പാലം. എന്തൊരു രസം അറിയോ കാണാൻ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു പാലോട്ടത് ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഗംഗാ നദിയാണ്. ഗംഗാ നദിൻ്റെ കുറുകയായിട്ടാണ് നമ്മുടെ ഹൗറ ബ്രിഡ്ജ് പണിഞ്ഞിട്ടുള്ളത്. ഉണ്ടോ, ഫുള്ള് കൂറ്റൻ ഇരുമ്പ് തടിക്കഷ്ണം കൊണ്ട് പണിത ബ്രിഡ്ജാട്ടോ. നമ്മുടെ ഈ പാലം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട് കേട്ടോ. വണ്ടികൾ പോകുമ്പോൾ അത് നമുക്ക് നന്നായി ഫീൽ ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ ഈ പാലം കടന്നു കഴിഞ്ഞാൽ നേരെ കൊൽക്കത്ത സിറ്റിയിലോട്ടാണ് ചാടുന്നത്. ഭീകരമായ വലുപ്പം ഉള്ള ഒരു സിറ്റിയാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. ഭയങ്കര വലുപ്പം കേട്ടോ. നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അത്രയും വലിയ ബിൽഡിങ്സും കാര്യങ്ങളും പല സ്ഥാപനങ്ങളും എല്ലാം കൂടി നിറഞ്ഞ കുത്തി നിറഞ്ഞ ഭയങ്കര തിരക്കുള്ളൊരു സിറ്റിയാണ് കൊൽക്കത്ത സിറ്റി പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഹൗറ ബ്രിഡ്ജ് കടന്ന ഉടനെ നമ്മൾ പോയി ചെന്ന് എത്തുന്നത് കൊൽക്കത്ത നഗരത്തിലോട്ടാണ്. പിന്നെ ആ ഭാഗത്തും ഹൗറ റെയിൽവേ സ്റ്റേഷനാണ് ആ ഭാഗം കാണുന്നത്. നമുക്ക് ഡയറക്റ്റ് ഹൗറ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇഷ്ടംപോലെ ട്രെയിൻ ലഭ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും. ഇവിടുത്തെ ബസ് സർവീസൊക്കെ ഉണ്ടല്ലോ പ്രത്യേക ഭംഗി. അതുപോലെ തന്നെ ഞാൻ പറയാൻ പറഞ്ഞത് ഈ അംബാസിഡർ കാറുകളുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും ടാക്സി ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു മനുഷ്യനിർമ്മിതി കേട്ടോ ഈ ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ഹൗറ ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ കണ്ട ഹൂഗ്ലി എന്ന് പറഞ്ഞൊരു പാലമില്ലേ, ആ കാണുന്ന പാലമുണ്ട്. ആ കാണുന്നത് അത് തൂക്കുപാലമാണ്. അത് റോപ്പ് ബ്രിഡ്ജ് ആട്ടോ. നമ്മുടെ ഹൗറ ബ്രിഡ്ജ് ആണെങ്കിൽ ഫുള്ള് ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർത്ത് വെച്ചൊരു വലിയ കൂറ്റൻ ബ്രിഡ്ജാണ്. ഇവിടെ നമുക്കൊരു റെയിൽവേ പാളം കാണാൻ കഴിയും. ഇത് ട്രാമ്പ് ഓടിക്കൊണ്ടിരുന്ന പാളമാണ് കേട്ടോ. ഇപ്പോൾ ട്രാമ്പ് നിർത്തലാക്കി, കണ്ടില്ലേ. നമുക്കൊരു കാര്യം കാണിച്ചു തരാം. ഈ പോകുന്ന ഈ റിക്ഷകളില്ലേ, റിക്ഷയല്ല, അതായത് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചെറിയൊരു സൈക്കിൾ റിക്ഷ പോലൊരു സംഭവമാണ്. ഇതിനെല്ലാത്തിനും എന്താ പറയുക, ഓരോ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളുണ്ട്. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണുമല്ലോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എല്ലാത്തിനും എല്ലാ വണ്ടികൾക്കും അതിൻ്റേതായ നമ്പർ പ്ലേറ്റും ഒരു രജിസ്ട്രേഷനും ഉണ്ട്. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കായിരുന്നു ഈ ഭാഗത്ത്. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ. ലോഡൊക്കെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എല്ലാ വണ്ടികൾക്കും മഞ്ഞ കളറിലും നീല കളിലും നമ്പർ പ്ലേറ്റ്. ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കി, അപ്പോഴാണ് കണ്ടത് എല്ലാത്തിനും രജിസ്ട്രേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സൈക്കിൾ റിക്ഷയ്ക്ക് പോലും രജിസ്ട്രേഷൻസ് ഉള്ള ഒരു സിറ്റി ആട്ടോ കൊൽക്കത്ത സിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബിസി ആയിട്ടുള്ളൊരു സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡും ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനങ്ങൾ കാണാൻ കഴിയും. ഇത് വെള്ളം പോണോക്ക, ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ മുഖോട്ടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരിക്കുള്ള ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ മുംബൈ അതുപോലെ തന്നെ കൊൽക്കത്ത സിറ്റി പോലുള്ള അങ്ങനത്തെയുള്ള സിറ്റിയിൽ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള ഇന്ത്യ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ പറയാൻ കാരണം ഈ വിദേശ രാജ്യങ്ങളിലുള്ള ഈ ഓരോ യൂട്യൂബ് വീഡിയോയിലൊക്കെ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർ കൂടുതലും കാണിക്കുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളും ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല നമ്മുടെ ഇന്ത്യ എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലൊക്കെ കൊടുക്കാൻ കഴിയുന്നില്ല. അതാണ് സത്യം. സത്യം പറഞ്ഞാൽ അവർ കാണുന്നത് നോർത്ത് ഇന്ത്യ മാത്രമാണ്. നമ്മുടെ സൗത്ത് ഭാഗത്തോട്ട് അത്ര ഒരുപാട് ഇറങ്ങി ചെല്ലുന്നില്ല സത്യം പറഞ്ഞാൽ ടൂറിസ്റ്റുകാർ, വിദേശ രാജ്യക്കാർ. കണ്ടില്ലേ, എൻ്റെ ചുറ്റിനും നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്.
നമ്മൾ കൊൽക്കത്ത സിറ്റിയുടെ നടുക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഷഹീദ് മിനാർ കണ്ടൊരു ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയൊരു കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ കുറേയധികം അമ്പരമ്പകളായ കുറേ കെട്ടിടങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ. അത്യാവശ്യം നല്ല വലുപ്പവും വീതി നീളമൊക്കെ ഉള്ള നല്ല വലിയ കെട്ടിടങ്ങളൊക്കെ ഈ ഭാഗത്ത് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഭയങ്കര തിരക്കുള്ള ഭയങ്കര ബിസി ആയിട്ടുള്ള ജംഗ്ഷനിലാണ്. ജംഗ്ഷൻ്റെ പേരൊന്നും അറിയില്ല, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ല, നമ്മൾ ഷഹീദ് മിനാർ ഒരു സ്മാരകത്തിനടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറേ അധികം നടക്കാനുണ്ട് കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് സമാധാനം കിട്ടുന്ന ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഷഹീദ് മിനാറിൻ്റെ അടുത്താണ്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ അടുത്ത് നിന്നിട്ട് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. ഇവിടെയും അത്യാവശ്യം കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ തിരക്ക് കാര്യങ്ങളില്ല. അതായത് 1 വേ ആണ് തോന്നുന്നു, അതുകൊണ്ടാണ് തിരക്ക് കമ്മി. ഇവിടെ കണ്ടില്ല അംബാസിഡർ കാറുകളാണ് കേട്ടോ. അതായത് എല്ലാ ടാക്സിക്കും മഞ്ഞ കളറാണ്. ഒരു പ്രത്യേക രസമാണ് അത് കാണാൻ. കണ്ടോ, കുറേയധികം അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കാണാൻ കേട്ടോ ഈ ഭാഗത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ ട്രാമ്പിൻ്റെ റെയിൽപ്പാളം വരുന്നത്. അതിപ്പോൾ നിർത്തലാക്കിയിട്ടോ, കുറച്ച് മുമ്പ് നിർത്തലാക്കിയുള്ളൂ. ഈ ഇടയ്ക്ക് ന്യൂസൊക്കെ കേട്ടായിരുന്നു, കണ്ടില്ലേ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ട്രാമ്പൊക്കെ പോകണം കാണാൻ കഴിയുമായിരുന്നു. നല്ല രസം കേട്ടോ ഈ സിറ്റിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ. ഒരു പഴയകാല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കൊൽക്കത്ത പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ നഗരങ്ങൾ വിസിറ്റ് ചെയ്യണം നല്ലതാണ്. കാരണം എല്ലാതരം മനുഷ്യരും നമുക്ക് ഈ സിറ്റിയിൽ കാണാൻ കഴിയും. പല ഭാഗത്തേക്കും പോകുന്ന ബസ് സർവീസുകളും അതുപോലെ തന്നെ പല ജോലിത്തിലൊക്കെയായിട്ട് ഓടുന്ന മനുഷ്യരും കച്ചവട സ്ഥാപനങ്ങളും സാധാരണ മനുഷ്യരും എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. അതുപോലെ തന്നെ ഈ നഗരത്തിൻ്റെ കാഴ്ച പറയുന്നത് ഒരു എന്താ പറയുക, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ, ഈ ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന പോലെ നഗരങ്ങളില്ലേ, അതേ തന്നെ ഒരു മാറ്റമില്ല. പണ്ടത്തെ നഗരം ഇപ്പോഴത്തെ നഗരം ഒന്നുമില്ല. ഇപ്പോൾ കുറച്ച് പൊല്യൂഷൻ കൂടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. വലിയൊരു ബിർള ബിൽഡിംഗ് കൊണ്ടൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഈ ബിർള ഗ്രൂപ്പിൻ്റെ തോന്നുന്നു, എനിക്കറിയില്ല. എല്ലാക്കിനും വലിപ്പട്ടോ പോകുന്ന വഴി ഉണ്ടല്ലേ. ഞാൻ ശരിക്കുള്ളതിൻ്റെ ഒരു വലിപ്പം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിയൊരു ബിൽഡിങ്ങാണ് ഉണ്ടല്ലേ. നമുക്ക് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പോസ്റ്റിൻ്റെ വലിയൊരു ബിൽഡിംഗ് കാണാൻ കഴിയും കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബിൽഡിങ്. നമ്മളിപ്പോൾ ഷഹീദ് മിനാറിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇനി ഇവിടുന്ന് 1 കിലോമീറ്റർ ബാക്കിയുണ്ട്. ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല സുഖമായിട്ട് നടക്കാൻ കഴിയുന്നുണ്ട്, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എനിക്കെന്ത് ഈ അംബാസിഡർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലിപ്പോൾ ചുരുക്കം ചില ഭാഗത്ത് മാത്രമേ അംബാസിഡറുകൾ കാണാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ കണ്ടില്ലേ എല്ലായിടത്തും അംബാസിഡറുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ യുണൈറ്റഡ് ടവർ ആട്ടോ ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരക്കിന് കുറേ വെള്ള കളർ തൂണുകൾ കാണാൻ കഴിയും. ഇതിൻ്റെ ഇപ്പുറത്ത് ഷീറ്റ് ഇട്ടുണ്ടല്ലേ, അതിൻ്റെ ഉള്ളിൽ എന്തൊരു വലിയ ബിൽഡിങ്ങാണ്. അത് മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മേലെ കണ്ടില്ലേ ഇരുമ്പിൻ്റെ തൂണാണോ, തൂണല്ല എന്താ പറയുക, എന്തോന്ന് LIC കൊണ്ടൊരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് മുന്നിലാട്ടോ. പിന്നെ നേരെ മുന്നിലായിട്ട് നമുക്കൊരു രാജ്ഭവൻ കാണാൻ കഴിയും. ഇത് രാജ്ഭവൻ എന്നാണ് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ ഇനി ലെഫ്റ്റിലോട്ടാണ് പോകാനുള്ളത്. ഉണ്ടല്ലോ LIC ബിൽഡിങ്. LIC ബിൽഡിങ് തന്നെ അത്യാവശ്യം നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാട്ടോ ചെയ്തിട്ടുള്ള ഒരു വിൻറ്റേജ് ലുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ രാജ്ഭവൻ്റെ മുന്നിലാണ്. കുറേ ദൂരം നടത്തതിന് ശേഷം ഇനിയൊരു കൂടിപ്പോയി 200-300 മീറ്റർ കേട്ടോ, അത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ഷഹീദ് മിനാറിൻ്റെ അടുത്തെത്താൻ. പിന്നെ നമ്മൾ പണ്ട് ഗോകർണ പോയ സമയത്ത് ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബാഗ് ഞാൻ 250 രൂപയുടെ വാങ്ങിയത്. പക്ഷേ ഇവിടെ ഇതിനേക്കാളും നല്ല ക്വാളിറ്റി ഇല്ല, ഇതിനേക്കാളും നല്ല വലിപ്പമുള്ള ബാഗ് 150 രൂപയ്ക്ക് കിട്ടി. അതുപോലെ തന്നെ തണുപ്പിലിടാൻ തലയിലിടാനുള്ള അതൊക്കെ ഞാൻ 50 രൂപയ്ക്കൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനം. വില പേശി കഴിഞ്ഞാൽ റേറ്റ് കമ്മിയാവും കേട്ടോ. അവിടെ അങ്ങനത്തെ ഒരു സ്ഥലം കൂടിയാണ്. നമ്മളങ്ങനെ ഷഹീദ് മിനാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഷഹീദ് മിനാർ. കുറേ നടന്നു കേട്ടോ അവിടെ എത്താൻ. ഇടയ്ക്ക് ഗൂഗിൾ മാപ്പ് വരെ വഴി തെറ്റിച്ചു. ഈ ഭാഗത്ത് എന്തൊക്കെയോ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ വലിയ പരിപാടിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ പ്രാവുകൾ തീറ്റ വന്നുകൊണ്ടിരിക്കുകയാണ്.
അയ്യോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഷഹീദ് മിനാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീട്ടിൽ കാണുന്ന പോലെ ഒന്നുമല്ല. ഇതിപ്പോൾ വൈഡ് ആംഗിളിൽ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായി പോലെ തോന്നുന്നുണ്ട്, പക്ഷെ നല്ല വലിപ്പമുണ്ട് ഈ സാധനം. തൊട്ടപ്പുറത്ത് ചെറിയൊരു പാർക്ക് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പാർക്കല്ല, ചെറിയൊരു നമ്മൾ വിശ്രമിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഗ്രൗണ്ട്. അത്യാവശ്യം എന്താ പറയുക, ഇതുപോലത്തെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയും വെടുപ്പുള്ള നീറ്റായിട്ടുള്ള ചെറിയൊരു ഗ്രൗണ്ട് കേട്ടോ. കുറേ ആളുകളെ വിശ്രമിച്ചിരിക്കുന്ന കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1828 ബ്രിട്ടീഷ് ജനറലായിരുന്ന ഡേവിഡ് ഒക്ചർലോണിയുടെ സ്മാരകമർത്ഥമായിട്ടാണ് നിർമ്മിച്ചത്. ആദ്യകാലത്ത് ഒക്ചർലോണി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മിനാരം പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഷഹീദ് മിനാർ എന്നാക്കി മാറ്റി. ഷഹീദ് മിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷഹീദിൻ്റെ അർത്ഥം രക്തസാക്ഷി എന്നാട്ടോ.